ഹായ് ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് മസനഗുഡിയിലാണ്. ഞങ്ങളൊരു വീക്കെൻഡ് ട്രിപ്പായിട്ട് വന്നതാണ്. ഞാനും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫ്രണ്ടും അവരുടെ കുടുംബവും ആട്ടോ എൻ്റെ കൂടെ ഉള്ളത്. നല്ല മഴയാണ്, ഒരുപാട് വൈൽഡ് ലൈഫ് കണ്ടു. നമ്മൾ ഇന്നലെ രാവിലെ ബന്ദിപ്പൂരിലെ സഫാരിയിൽ നമ്മൾ ടൈഗറിനെ കണ്ടു, ലെപ്പേർഡിനെ കണ്ടു, ഒരുപാട് ഡിയർസ് എല്ലാം ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ രാവിലെ ഒരു വാക്കിന് ഇറങ്ങിയതാണ്. ഇവിടെ നിൽക്കാൻ എനിക്കിത് ഇത്തിരി പേടിയുണ്ട്, കാരണം ഇവിടെയൊക്കെ എല്ലായിടത്തും മൃഗങ്ങളാണ് കേട്ടോ. സൂക്ഷിച്ചും കണ്ട് നിന്നില്ലെങ്കിൽ നമ്മളുടെ കാര്യം പോക്കാണ്. പക്ഷേ വെളുപ്പായി, ഇനിയിപ്പോൾ കുഴപ്പമില്ല. ഇതിപ്പോൾ ഒരു ഊട്ടിക്ക് പോകുന്ന നമ്മുടെ മസനഗുഡി ടു ഊട്ടി റൂട്ടാണ്. ഇവിടെ അധികം ബുദ്ധിമുട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. ഒരു ചെറിയൊരു വാക്കിന് പോവാം കേട്ടോ. അപ്പോൾ ഈ ട്രിപ്പ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തെന്ന് കാണാം. ഞങ്ങൾ രാവിലെ 2 മണിക്ക് മാർത്തേലി ബംഗളൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 6 മണിക്കാണ് ബന്ദിപ്പൂർ ചെക്ക് പോസ്റ്റ് തുറക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് സഫാരിയും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ടാർഗറ്റ് ചെയ്താണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ റൈസ് റോഡ് എടുത്തില്ല, ഞങ്ങൾ നേരെ മൈസൂർ റോഡ് വഴിയാണ് കയറുന്നത്. കാരണം ഈ സമയത്ത് അധികം ട്രാഫിക് ഉണ്ടാവില്ല, അപ്പോൾ നമുക്ക് നൈസ് റോഡിൻ്റെ ആവശ്യമില്ല. ഇവിടെ നിന്ന് ഒരു 240 കിലോമീറ്റർ അടുത്താണ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ ഇവിടുന്ന് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 6 മണിയാകുമ്പോൾ അവിടെ എത്തണം. ഓക്കെ, ചായ കുടിക്കാം. നമ്മൾ മൈസൂരിലോട്ട് വേലിച്ചാടി ചായ കുടിക്കുകയാണ്. നമ്മുടെ സഹയാത്രികൾ. ഞാൻ ഇപ്രാവശ്യം മലയാളത്തിലാണ്. നമ്മളുടെ ഡ്രൈവർ ഹരീഷ്. ട്രാഫിക് തീരെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചേക്കാൾ നേരത്തെ എത്തി. 5 മണിക്ക് തന്നെ എത്തി. അപ്പോൾ നോക്കുമ്പോൾ ക്യൂ ഓൾറെഡി അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 5 മണി തൊട്ട് ക്യൂ ഒക്കെ നിന്ന് ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. ഇത്രയും നേരം നിന്ന് ബാത്റൂം തുറന്നില്ല. അവർ വരുന്നവർ 6-10 വരെ അവർ ബാത്റൂം തുറന്നു. ഞങ്ങൾ 5 കാര്യം എടുത്തതാണ്. ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തതായിരുന്നു. ഡ്രൈവർ എന്തൊക്കെ കാണുന്നതാണ് നമ്മുടെ പ്രതീക്ഷ? 4 സിംഹം, 2 പുലി, 5-6 ആന, പിന്നെ കുരങ്ങന്മാരുണ്ടാവും. അത് വേണ്ട, അത് നമ്മളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ മലമ്പാമ്പ് 2 മതി. തൂങ്ങി കിടക്കണം, തല ഇങ്ങനെ എടുക്കണം. നമ്മുടെ ഫസ്റ്റ് ഫെസ്റ്റിവൽ ഐറ്റമായിരുന്നു മാനത്തി. ഒരു കടുവയും അതിൻ്റെ 4 കുട്ടികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ വന്നപ്പോഴേക്ക് അതങ്ങ് ഉള്ളിലേക്ക് കയറിപ്പോയി. ഞങ്ങൾക്ക് ആകെ അതിൻ്റെ വാല് മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. ജസ്റ്റ് മിസ്സായി. നേരത്തെ കണ്ട കടുവയും കുട്ടികളും ഇവിടെ ക്രോസ് ചെയ്യുന്ന റേഞ്ചേഴ്സിന് അറിയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും കൂട്ടും കൂടി നിൽക്കുന്നത്. ജീപ്പിലാണെങ്കിൽ സഫാരി ഡ്യൂറേഷൻ കുറച്ച് കൂടുതലായതുകൊണ്ട് അവർക്ക് അവിടെ വെയിറ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. പക്ഷെ ബസ്സിൽ അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവിടുന്ന് പോയി. അതുമല്ല, ലെപ്പേർഡിനെ ഒരു സ്പോട്ടിൽ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങോട്ടാണ് പോയത്.
ഇത് ഒരു അമ്മയും മോനും ആണ് കേട്ടോ. വീഡിയോ കിട്ടിയേ അടിപൊളിയാണ്. അതാ എത്തിയല്ലോ. ഈ പൊടി മസാല ദോശല്ലേ? എന്റെ അമ്മോ, പൂരിയുടെ വലിപ്പം നോക്ക്. വട ഫ്രീയ? ഓ, വട ഫ്രീയ. ശരിയാ. ഓക്കെ, നമ്മുടെ വീഡിയോഗ്രാഫർ റെഡി. അയ്യോ, വണ്ടി ഹിമവത് ഗോപാലസ്വാമി ബേട്ടയിൽ പോകാനാണ് KSRTC ബസ്. കർണാടക ആധാർ കാർഡുള്ളതുകൊണ്ട് എനിക്ക് ഫ്രീ ആണ്. 0 ടിക്കറ്റ്. ഇവർക്കൊക്കെ പൈസയായി. എത്ര രൂപയായി? 60 രൂപ. രക്ഷയില്ലാത്ത ക്ലൈമറ്റ്. ഒരു 5 കിലോമീറ്റർ മുകളിലേക്ക് വന്നപ്പോൾ തന്നെ കംപ്ലീറ്റ് മാറി നേച്ചർ. അതെ, തിരിച്ചു കിട്ടി. ഇതിന്റെ ഒരു വ്ളോഗ് എന്റെ കയ്യിൽ വേറെ ഉണ്ട്, അത് ഞാൻ തരാം. ഞങ്ങൾ അമ്പലത്തിനുള്ളിലായിരുന്നു. ഇത് കണ്ടോ, നനഞ്ഞിട്ട് പോലില്ല ഗൈസ്. ഞങ്ങള് പിണ്ടിയാണ് ഗൈസ്, പിണ്ടി. ഇതിലാവട്ടെ അഴിച്ചു വിട്ട കോഴി. അവർക്ക് വന്നാൽ നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുന്നല്ലോ അല്ലേ? ഞങ്ങളെ പോസ്റ്റാക്കി അവർ രണ്ടുപേരും ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തമ്മിലാവത്ത് അയച്ചു പോലെ നിൽക്കുന്നു. കാണുന്നുണ്ടോ ബസ്സുകൾ കുറേ എണ്ണം വന്നുപോയി, പക്ഷെ അവർ മാത്രം പത്തിലാണ് ബസ്. അതാ ബസ് കണ്ടോ ഗൈസ്. ഇത് 5ാമത്തെ ബസ്സാണ് പോകുന്നത്. എന്നിട്ട് അവർക്ക് വരാൻ തോന്നുന്നില്ല. ഭക്തകുചേലനും തീരാബായും കമർന്ന് കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കണ്ടറിയാം, ഇനിയും റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ അമ്പലത്തിനുള്ളിൽ ഫസ്റ്റ് റോ സീറ്റിൽ ഉച്ചയ്ക്ക് നന്നായിട്ട് കാണാൻ പറ്റി. അടിപൊളി അല്ലേ? അതെ, അടിപൊളിയായിരുന്നു ഗൈസ്. ഞങ്ങൾ നേരത്തെ പോയിട്ട് വന്നു, പക്ഷെ ഇപ്പൊ നമുക്ക് ക്യൂവിന്റെ അവസ്ഥ. അതെ, അങ്ങ് വരെ എത്തി ക്യൂ. നല്ല തിരക്കാ ഇവിടെ. നല്ല അമ്പലമായിരുന്നു, വളരെ നല്ല അമ്പലം. കൃഷ്ണൻ ഗോപാലസ്വാമി. അവിടുന്ന് ഞങ്ങൾ നേരെ മസിനഗുഡിയിലേക്ക്. ചെറിയൊരു ട്രാഫിക് ഉണ്ട്, ഇന്ന് സാറ്റർഡേ അല്ലേ. കാണുന്നതാണ് ഊട്ടി. ആദ്യം നമ്മുടെ ഡ്രൈവറിനാണ് ഫുഡ് കൊടുത്തത്. മീറ്റാണ്, സാമ്പാർ, രസം, പിന്നെന്തൊക്കെയാ, ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട്.
6 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന റൂംസ് അവൈലബിളുണ്ട്. ഞങ്ങൾ നന്നായി റെസ്റ്റ് ചെയ്തിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും സൈറ്റ് സീയിങ്ങിന് ഇറങ്ങി. ഇവിടെ സഫാരി തന്നെ എടുക്കണമെന്നൊന്നുമില്ല. ഇവിടെയുള്ള ചില റോഡുകളിലൂടെ പോയി കഴിഞ്ഞാൽ തന്നെ ഇഷ്ടംമാതിരി വൈൽഡ് ലൈഫ് നമുക്ക് കാണാം. നമ്മളിപ്പം ഗൂഡല്ലൂർ പോകുന്ന വഴിയിൽ തൊരപ്പള്ളി വരെ പോയിട്ട് തിരിച്ചു വന്നു. എന്താണ് അപ്പം അത് മഴ, ജോൺസൺ മാഷ്, പിന്നെന്താ എന്തായിരുന്നു ഓണിയൻ പക്കോട. അതന്നെ. നമുക്കിന്ന് ഓണിയൻ പക്കോട, കോഫി, ലൈം ജ്യൂസ്. നമ്മൾ നാളെ കളിക്കാണ്. അപ്പോൾ നീ ഒരു ബ്ലാക്ക് കാർഡ് കൊടുക്കും. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ആ ക്വസ്റ്റ്യനിൽ ഒരു ഫണ്ണി വേണം. ഏത് ആൻസറാണ് ഏറ്റവും കൂടുതൽ സൂട്ടബിൾ? അപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആക്കാം? നമ്മൾ കുറേ പൊട്ട ആൻസർ അങ്ങനെ, പക്ഷെ നമ്മുടെ മൈൻഡ് എത്ര വീടായിട്ട് പോകും, അതാണ് നോക്കുന്നത്. അപ്പോൾ അതൊന്നും ക്വസ്റ്റ്യൻ ഇട്ടാണ്, അതായത് ഇപ്പം നമ്മൾ 5 പേരെ കളിക്കണമെന്ന് വെച്ചോ, ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടു, അപ്പം ഞാൻ ആൻസർ ഇട്ടില്ല, ബാക്കി 4 പേര് ആൻസർ ഇടും. എന്നിട്ട് ഞാൻ ആ ക്വസ്റ്റ്യനും ആൻസറും ചേർത്ത് വായിക്കും. അപ്പം എനിക്ക് ഏറ്റവും ഫണ്ണി ആയിട്ട് തോന്നിയത് ഏതാണോ അതായിരിക്കും വിന്നർ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കാർഡ് നമ്മൾ വിന്നറിന് കൊടുക്കും. അങ്ങനെ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കാർഡ് ഗെയിം ചെയ്യണത് ആരാണോ അവരാണ് വിന്നർ. അപ്പം നമ്മൾ അത്രയും ഫണ്ണി ആയിട്ടുള്ള ആൻസർ. ഞാൻ ഒരു എക്സാമ്പിൾ നോക്കുക. In the Vedas, there is a ample proof that Indians invented dash. അപ്പം ഞാൻ ഇപ്പോൾ കാർഡ്സാണ് എൻ്റെ ഉള്ളതെന്ന് വെച്ചോ, കോൾ ഫ്രം അമിത് ഷാ, അല്ലെങ്കിൽ മൈ ചാച്ചാസ് കസിൻസ് ഫാസ്റ്റ് ട്രെയിനർ നെഫ്യൂസ് വൈഫ് ഇമിഗ്രേറ്റിംഗ് ടു പാകിസ്ഥാൻ, അല്ലെങ്കിൽ വെജിറ്റേറിയൻ ബിരിയാണി. ഇന്ത്യ ഇൻവെൻറ്റഡ്, ഒന്നില്ലെങ്കിൽ ഞാനിപ്പോൾ ഇമിഗ്രേറ്റിംഗ് ടു പാകിസ്ഥാൻ. ഈ ഒരു ഗെയിമോട് ഞങ്ങൾ ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇന്നൊരു ലോങ് ഡേ ആയിരുന്നു. രാവിലെ ഇറങ്ങിയതല്ലേ. ഒരുപാട് വൈൽഡ് ലൈഫും ഒരുപാട് ചിരിയും വളരെയധികം രസകരമായ ഒരു ദിവസമായിരുന്നു. ഞാൻ നടന്ന് ഇവിടെ ഒരു അടുത്തൊരു സ്റ്റോപ്പ് സ്പോട്ടിലെത്തിയതാണോ. ഒരു ചായ കുടിച്ചിട്ട് പോവാല്ലേ. നല്ല വ്യൂ ആണ്. இந்த டைகர் அது கடுவா புலி எல்லாம் அங்கே அட்டாக் பண்ணுவாங்களா? ஆமாப்பா. ஆளை எல்லாம் பிடிக்குவாங்களா? ஐயோ. சென்னைனா டைகர் அதெல்லாம் நைட்ல தான் பிடிச்சிரும். ஓ, அங்கதான் இருக்காங்க பாருங்க. நீங்க அங்க தான் நீங்க அங்க இருக்கா? ஐயோ, நீங்க எங்க இருந்து வரீங்க? மிஸ்ட் வேலி. அது அங்கதான் இருக்குது. தனியா போறீங்க, போறாதீங்க. ஐயோ, எங்க അവർ പറയുന്നതിൽ കാര്യമുണ്ട്. ഇവിടെ അങ്ങനെ ഇറങ്ങി നടക്കുന്ന അത്ര സേഫ് അല്ല. നമ്മൾ ഇവിടുത്തെ പരിചയമില്ലാത്ത ആളുകളും അല്ലേ. പക്ഷെ ഞാൻ സേഫായിട്ട് റൂമിലെത്തിയിട്ടോ. ഇനിയൊരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ചെക്ക് ഔട്ട് ചെയ്ത് ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളിലേക്ക് കടക്കാം അല്ലേ. ഇത് ഊട്ടിയിലേക്ക് പോകുന്ന വഴിയിലുള്ള ഫസ്റ്റ് വ്യൂ പോയിന്റ് ആട്ടോ. ബൈസൺ വാലി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ട്. നല്ല മഴയാണ്, കോടയാണ്. ഞങ്ങളൊന്ന് വെറുതെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി അവിടെ വന്നതാ. എന്തായാലും ഊട്ടിയിലേക്ക് പോകാൻ പറ്റില്ല. നമുക്കിപ്പം ഊട്ടിയിൽ വരുന്നുണ്ടെങ്കിൽ ഇ പാസ് വേണം. അപ്പോൾ ഇ പാസ്സിലാണ്ട് ഇപ്പോൾ ഊട്ടിയിലേക്ക് എൻട്രി ഇല്ല. അപ്പോൾ നമ്മളൊന്നും എടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഊട്ടി വരെ ഒന്ന് പോയിട്ട് വെറുതെ വരായിരുന്നു. പക്ഷേ തൽക്കാലം ഇവിടെ വന്നിട്ട് നമ്മൾ തിരിച്ചു പോകുന്നതായിരിക്കും. ആരും അവിടെ ഇറങ്ങരുത്. അവിടെ ഫോറസ്റ്റിൻ്റെ ട്രെസ് പാസിങ് അലൗഡ് അല്ല. അവിടെ ഫൈൻ അടിച്ചപ്പോൾ ഞങ്ങളുടെ മുന്നേ പോയ ഒരു 3 പേർക്ക് ഫൈൻ കിട്ടിയെന്നാണ് കേട്ടത്.
basking in the sun. Ocean waves crashing, can't believe I'm exploring unknown lands, feeling so carefree. This island paradise where I long to be. മസനഗുഡി ഇരിക്കുന്നത് മുതുമലൈ നാഷണൽ പാർക്കിലാണ്. ഇവിടെ സൈറ്റ് സീയിങ്ങിനായിട്ട് ചില സഫാരി റൂട്ടുകളുണ്ട്. മൊയ്യാർ ഡാമിലേക്ക് പോകുന്ന റൂട്ട്, സിംഗാര, കാർക്കുടി, അതുപോലെ സൊക്കാപുരം. ഈ വഴികളിലൂടെ നമ്മൾ പോകുകയാണെങ്കിൽ ഇഷ്ടംമാതിരി വൈൽഡ് ലൈഫ് സ്പോട്ട് ചെയ്യാനുള്ള ചാൻസുകളുണ്ട്. ഞാൻ പോയിട്ടുള്ള വഴികളിൽ എനിക്ക് ഏറ്റവും മനോഹരമായി തോന്നിയ ഒരു സ്ഥലമാണ് മസനഗുഡി. പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, രാവിലെ 6 മണിക്കും വൈകുന്നേരം ഒരു 5:30-6 മണിക്കുമാണ് വൈൽഡ് ലൈഫ് സ്പോട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം. ഈ വിജനമായ റോഡുകളിൽ പോലും നമ്മൾ ലേസ് പാക്കറ്റ്സും ബിസ്ക്കറ്റ് പാക്കറ്റ്സും കിടക്കുന്നത് കണ്ടിട്ട് കുറച്ച് വിഷമം തോന്നിട്ടോ. ട്രാവൽ റെസ്പോൺസിബിളി, പ്രിസർവ് ദി നേച്ചർ. നമ്മുടെ ഫോട്ടോഗ്രാഫർ അഭിലാഷ് ചന്ദ്രശേഖരൻ റിപ്പോർട്ട് ചെയ്യുന്ന സാലറി അത് ശ്രീകുട്ടി അത് പിന്നെ നമ്മുടെ ഡ്രൈവർ. ഞങ്ങൾ എൻജോയ് ചെയ്തത്രയും നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ജാസ്തി ഇഷ്ടമായെങ്കിൽ ഷെയർ ആക്കിക്കോ, ലൈക്ക് ആക്കിക്കോ, സബ്സ്ക്രൈബ് ചെയ്തോ. Feeling so carefree. This island paradise where I long to be. ഈ 2 days നല്ല റിഫ്രഷിംഗ് ആയിരുന്നു കേട്ടോ. റിഫ്രഷ് ആൻഡ് റീചാർജ്. ഈ ക്ലൈമറ്റും ഈ വ്യൂവും ആൻഡ് ദ ബെസ്റ്റ് ഫ്രണ്ട്സും.